ബിഗ് ബോസ് മലയാളം സീസൺ 7 അനീഷിന് പെട്ടെന്ന് വയ്യാണ്ടായി. അനീഷിന് വോമിറ്റിംഗ് ഒക്കെ വന്നിട്ടുണ്ട്. പിന്നീട് കൺഫെക്ഷൻ റൂമിലേക്ക് വിളിപ്പിച്ചു. മരുന്നൊക്കെ കൊടുത്തിട്ട് പുറത്തേക്ക് വിട്ടു. ഇന്നലെ നൂറയ്ക്കും ഇതുപോലത്തെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നേ. നൂറ തലയിറങ്ങി വീഴുവാണ് ചെയ്തത്. ഇവിടെ സമയത്തിന് ഫുഡൊന്നും കിട്ടാതെ വരുമ്പോൾ അവർക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ടിക്കറ്റ് ഫിനാലെ ടാസ്ക് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സാധാരണ ടാസ്ക് പോലെയല്ല ഈ ഒരു ടാസ്ക്, കുറച്ച് ടഫാണ്. ഇന്നലെ മണിക്കൂറുകളോളം അതൊക്കെ പിടിച്ചുകൊണ്ട് നിൽക്കണം. അപ്പോൾ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അവർക്ക് എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു കിച്ചൺ ടീം അധികാരത്തിൽ വന്ന ദിവസം മുതൽ സത്യം പറഞ്ഞാൽ മറ്റുള്ളവർക്ക് മര്യാദയ്ക്ക് ഫുഡ് കിട്ടിയിട്ടില്ല. കിട്ടുന്ന ഫുഡാണെങ്കിൽ അത് പേരിന് മാത്രമാണ്. വല്ലപ്പോഴും ഒരു കറിയൊക്കെ വെച്ചിട്ട് വേണേൽ കഴിച്ചാൽ എന്നുള്ള മട്ടിലായിരുന്നു ഫുഡ് കൊടുത്തിരുന്നത്. ഒരു തരത്തിലുള്ള ഉത്തരവാദിത്വവും കിച്ചൺ ടീം കാണിക്കുന്നേ ഉണ്ടായിരുന്നില്ല. ബിഗ് ബോസ് ആവശ്യം പോലെ ഫുഡ് ഐറ്റംസ് ഒക്കെ അവിടെ കൊടുക്കുന്നുണ്ട്, എന്നിട്ട് ഒന്നും ഉണ്ടാക്കുന്നില്ല അവര്. ആവശ്യത്തിനുള്ള ഒരു പ്രോട്ടീനോ അതുപോലെ ഫുഡോ ഒന്നും അവർക്ക് കിട്ടുന്നില്ല. ഇന്ന് രാവിലെ തന്നെ നേരെ വൈകിട്ട് പോലും ഒരു കപ്പ് കാപ്പി പോലും അവർക്ക് ആർക്കും അവിടെ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് അനീഷിന് ഇങ്ങനെ സംഭവിച്ചത്. ബിഗ് ബോസ് കൺഫെഷൻ റൂമിലേക്ക് അനീഷിനെ വിളിപ്പിച്ചിട്ട് മെഡിസിൻ ഒക്കെ കൊടുത്തു. എന്നിട്ട് പോയി എന്തെങ്കിലും എടുത്ത് കഴിക്കാനൊക്കെ പറയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇതാണ് ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിലെ അവസ്ഥ കേട്ടോ. മര്യാദയ്ക്ക് ഒരു ഫുഡോ കാര്യം കിട്ടുന്നില്ല.